ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. ഇന്നത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന വിഷയം പരീക്ഷയിൽ ജയിക്കാൻ സഹായിക്കുന്ന ദൈവസാന്നിധ്യം. നാം ഓരോരുത്തരും ജീവിതത്തിൽ പരീക്ഷകൾ നേരിടുന്നവരാണ്. ചിലപ്പോൾ ചെറിയ കാര്യങ്ങളാവും, ചിലത് കഠിനമേറിയതും. എന്നാൽ ദൈവവചനം നമ്മെ ആശ്വസിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം അതിന്റെ 13-ാം വചനം. മനുഷ്യർക്ക് നടപ്പല്ലാത്ത പരീക്ഷ നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തൻ. നിങ്ങൾക്ക് കഴിയുന്നതിനു മീതെ പരീക്ഷ നേരിടുവാൻ സമ്മതിക്കാതെ നിങ്ങൾക്ക് സഹിപ്പാൻ കഴിയേണ്ടതിന് പരീക്ഷയോടുകൂടെ അവൻ പോക്കുവഴിയും ഉണ്ടാക്കും. ഇതൊരു വാഗ്ദാനമാണ്. ഒന്നാമതായി, പരീക്ഷ എല്ലാവർക്കും വരും. നമുക്ക് മാത്രമല്ല, നമ്മുടെ സുഹൃത്തുക്കൾക്കും വിശ്വാസികളായ മുതിർന്നവർക്ക് പോലും. പക്ഷേ നാം അതിനെ എങ്ങനെ പ്രതികരിക്കുന്നു എന്നതാണ് പ്രാധാന്യം. രണ്ടാമതായി, ദൈവം വിശ്വസ്തൻ. നാം വീഴുമ്പോഴും നാം വീക്കാകുമ്പോഴും ദൈവം നമ്മെ കൂടെയുണ്ട്. എബ്രായർക്ക് എഴുതിയ ലേഖനം 13-ാം അധ്യായം അതിന്റെ 5-ാം വചനം. ദൈവം നമ്മെ ഒരു നാളും കൈവെടിയുകയില്ല, ഉപേക്ഷിക്കുകയുമില്ല എന്നാണ്. ദൈവം നമ്മുടെ കൂടെയുണ്ട്. മൂന്നാമതായി, നമുക്ക് സഹിക്കാൻ കഴിയാത്തതൊന്നും ദൈവം അനുവദിക്കുകയില്ല. നാം പലപ്പോഴും ചിന്തിക്കും, ഇത് നമ്മെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ കഴിയില്ല എന്ന്. പക്ഷെ ദൈവം പറയുന്നു, നിനക്ക് കഴിയുന്നതിന് അധികമായി ഒന്നും അനുവദിക്കുക ഇല്ല എന്ന്. ദൈവം നമ്മെ അറിയുന്നു. നമ്മുടെ ശക്തിയും ബലഹീനതയും ദൈവം അറിയുന്നു. അതിനാൽ ദൈവം നമ്മെ കരുതുന്നു. നാലാമതായി, പരീക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ദൈവം നമുക്ക് വഴി ഒരുക്കുന്നു. ചിലപ്പോൾ അത് നോ പറയാനുള്ള ധൈര്യമായിരിക്കാം, ചിലതിനെ ഉപേക്ഷിക്കേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയോടെ അതിജീവിക്കാനുള്ള ശക്തിയായിരിക്കാം. ഈ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, പരീക്ഷകൾ വന്നേക്കാം, ദൈവം വിശ്വസ്തൻ, അതിനെ സഹിക്കാനുള്ള ശക്തി ദൈവം നൽകും, ദൈവം വഴി നടത്തും. അതുകൊണ്ട് പേടിക്കരുത്, വീഴരുത്, ദൈവത്തിൽ ഉറച്ചു നിൽക്കുക. നമുക്ക് ജയിക്കുന്ന തലമുറയായി ഇരിക്കാം. ഗോഡ് ബ്ലെസ് യു. ആമീൻ.